ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വേറൊരു തട്ടിക്കുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, എൻ്റെ രീതിയിൽ ഒരു ബജി ഉണ്ടാക്കാം. നമുക്ക് നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ടൊരു ബജി. ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടി സപ്പോർട്ടോടുകൂടിയാണ് ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ കോളിഫ്ലവർ നല്ല രീതിയിൽ കഴുകിയെടുക്കുക. അതിൽ പുഴുക്കളോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ അതിങ്ങനെ കമഴ്ത്തി പിടിച്ച് കഴുകിയെടുക്കുക. ചിലവരത് കുക്ക് ചെയ്തെടുക്കുന്നവരുണ്ട്, മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുക്ക് ചെയ്തെടുത്തിട്ട് പിന്നീട് അത് യൂസ് ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഉപ്പിട്ട് ആദ്യമേ മിക്സ് ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം മുളക് പൊടി ഇട്ട് തേച്ച് പിടിപ്പിക്കുക. ആ കോളിഫ്ലവറിലൊന്നും മസാല പിടിക്കുന്നത് വരെ നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും എല്ലാം മുളക് പൊടിയും ഉപ്പും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു മസാലപ്പൊടി ഇടാം. എന്നിട്ട് അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നാരങ്ങ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിനെഗർ ആണെങ്കിലും ഓക്കെയാണ്. നാരങ്ങ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നാരങ്ങ ഉണ്ടെങ്കിൽ നമുക്കൊരു പാതി നാരങ്ങ അതിലേക്ക് കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് അതിൽ നന്നായിട്ട് തേച്ച് നന്നായിട്ട് ആ മസാലയും ആ ഒരു നാരങ്ങാനീരും എല്ലാം എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച മസാല നമുക്ക് അതൊന്ന് കുറച്ച് നേരത്തേക്ക് ഒരു 3 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാം, ഒരു മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരാൻ വേണ്ടിയിട്ട്. ഗായ്സ്, നിങ്ങളെ ലാഗടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എല്ലാം പെട്ടെന്ന് പറയുകയാണ്. ഞാനിപ്പോൾ അതൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വീഡിയോയിൽ. കാരണം ഞാനിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക, ആ ഒരു മസാല കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഓയിലും ഒക്കെ ഒഴിച്ചിട്ട് അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളതുപോലെ ചെയ്താൽ മതി. ഞാൻ വെറുതെ അത് കാണിച്ച് വെറുതെ ലാഗടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് എല്ലാം പറഞ്ഞതേ ഉള്ളൂ നേരത്തെ തന്നെ. ഗായ്സ്, ഇനി നമുക്ക് ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വെറും കോൺഫ്ലോർ ഉപയോഗിക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ ഈ ഉത്സവത്തിനൊക്കെ പോകത്തില്ല, അപ്പോൾ നമുക്ക് ബജി കോളിഫ്ലവർ ഫ്രൈ എന്നൊക്കെ പറഞ്ഞ് തരുന്നത് നമുക്ക് കോൺഫ്ലോർ മുക്കിയിട്ടാണ്. ബട്ട് ഞാനിവിടെ ചിക്ക് ഫ്ലോറാണ് എടുക്കുന്നത്. ഞങ്ങളുടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഓപ്ഷനാണ് എടുക്കുന്നത്. പിന്നെ ഇത് ഇങ്ങനത്തെ ടേസ്റ്റ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. ജസ്റ്റ് ചിലപ്പോൾ ബജി പോലെയൊക്കെ ഇരിക്കുമായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലോർ വെച്ചിട്ട് ആണിത് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ആസ് യൂഷ്വൽ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. പിന്നെ ബാറ്റർ ഉണ്ടാക്കുന്ന കാര്യം നമുക്കിനി എക്സ്ട്രാ പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു വെറൈറ്റി, അതായത് ആരും ചെയ്യാത്ത ഫ്ലോർ വെച്ച് ചെയ്തപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ എടുക്കുകയാണ്. പിന്നെ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചില്ലി പൗഡർ ഇട്ടു, ഒരു എരിവിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഞങ്ങൾക്കിവിടെ ചില്ലി കിട്ടാത്തതുകൊണ്ട്, പച്ചമുളക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ചില്ലി പൗഡർ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞങ്ങൾ ആഡ് ചെയ്യുന്നത് ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല നമ്മൾ കൂടുതലും ഹിന്ദിക്കാർ ഉപയോഗിക്കുന്ന ഒരു പൗഡറാണ്. നമുക്ക് എന്തെങ്കിലും ചാറ്റ് കഴിക്കുമ്പോൾ അതിൻ്റെ പുറമേക്ക് ഇടുന്നത് നല്ലൊരു ടേസ്റ്റാണ്. സംഭവം പുളിയും ആ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ചാറ്റ് മസാല പൗഡർ ഇടുന്നുണ്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചാറ്റ് മസാല പൗഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒരു മസാലപ്പൊടിയും ആവശ്യം ഉണ്ടാവില്ല. അത്രയും ടേസ്റ്റ് നമുക്ക് കിട്ടും അതിൽ. അപ്പം ഞങ്ങളിത് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അത് കട്ട പിടിക്കാത്ത രീതിയിൽ നല്ലൊരു ലൂസ് ബാറ്റർ ആക്കിയിട്ട് അതെടുക്കുക. ലാസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. ശരിയാകുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും അത് ഞാൻ മിക്സ് ചെയ്ത് കോളിഫ്ലവറുമായിട്ട് മിക്സ് ചെയ്ത് വന്നപ്പം അത് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ആ കോളിഫ്ലവർ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് അതിലേക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഇടരുത്, അതിൽ കുറച്ച് കൊള്ളാവുന്ന രീതി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എല്ലാ കോളിഫ്ലവറിലും നല്ലതുപോലെ ബാറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ ആസ് യൂഷ്വൽ നമ്മൾ പാനിൽ എണ്ണ ഒഴിക്കുക, ചൂടാകാൻ വെക്കുക. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ ഓരോന്നായിട്ട് ഇടുക. അത്ര തന്നെ, വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നുമില്ല.
ഗായ്സ് നമ്മൾ ഓരോ ഇപ്പം എന്ത് വറുക്കാനാണെങ്കിലും അത് ഇടുമ്പം നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഖത്തേക്ക് തെറിക്കും. അപ്പോൾ അത് എപ്പോഴും സൂക്ഷിച്ച് വേണം ഇടാനായിട്ട്. അതിൽ ചെറിയൊരു ഷോർട്ട്സ് ആയിട്ടുണ്ടായിരുന്നു, അതെനിക്ക് എപ്പോഴും പറ്റാറുള്ളത്. ആ എണ്ണ തിളച്ച് കഴിയുമ്പം ഞാൻ ഇടാൻ നേരത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കൂലേ, അപ്പം എനിക്കത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ അതെല്ലാവരും സൂക്ഷിക്കുക. ഗായ്സ് നമ്മുടെ ഉത്സവപ്പറമ്പിലൊക്കെ വിൽക്കുന്ന കോളിഫ്ലവർ ഇല്ലേ, അതിൻ്റെ രീതിയിലും അതിൻ്റെ ഷേപ്പും ആ ഒരു ഇതൊന്നും വരത്തില്ല. ബട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ബാറ്ററിൽ മിക്സ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ അവിടുത്തെ ഈ ഉത്സവപ്പറമ്പിലെ കോളിഫ്ലവർ എന്ന് പറയുമ്പം കോൺഫ്ലോർ അതുപോലെ തന്നെ അല്ലാത്ത ഇൻഗ്രീഡിയൻസും സോയ സോസൊക്കെ ഇതാക്കി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ബട്ട് നമ്മളിത് ജസ്റ്റ് ഒരു ബേസൻ ഫ്ലോർ അല്ലേ ഉപയോഗിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ വരുള്ളൂ. ബട്ട് ടേസ്റ്റ് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗായ്സ്, അപ്പോൾ എൻ്റെ കോളിഫ്ലവർ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്